വെൽക്കം ബാക്ക് ടു ഹരിയാസ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോയിൽ മേടിച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളായിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഈ പ്രൊഡക്റ്റുകൾ 30 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് തൊട്ടിട്ട് നമ്മൾക്ക്. അപ്പം ഈ പ്രൊഡക്റ്റുകൾക്ക് 30 രൂപ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് ഇതിന്റെ ക്വാളിറ്റി ഞാൻ ഓരോ പ്രൊഡക്റ്റുകൾ കാണിക്കുന്ന സമയത്ത് പറഞ്ഞു തരാം കേട്ടോ. ചിലത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും നല്ല പ്രൊഡക്റ്റ് കിട്ടിയതുണ്ട്, നല്ല ക്വാളിറ്റി കിട്ടിയതുള്ളതുണ്ട്. ചിലത് എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും കുറവ് ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റ് കിട്ടിയതുണ്ട് കേട്ടോ. അപ്പം ഓരോ പ്രൊഡക്റ്റുകളായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിനു മുന്നേ ഇങ്ങനത്തെ ഒരു വീഡിയോ, അതായത് ഹോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും കൂടെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വളരെ ആഗ്രഹിച്ച് മേടിച്ചിട്ടുള്ള ഒരു ജ്വല്ലറി കോംബോ ആട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് 3 മാല വരുന്ന, അതിന്റെ കമ്മലും വരുന്ന ഒരു കോംബോ ഓഫറാണ്. ഞാൻ സൈഡിലായിട്ട് ഫോട്ടോ കൊടുക്കാം കേട്ടോ. അപ്പം അത് ഓരോന്നായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു മാല കണ്ടിട്ടാട്ടോ ഞാൻ ആ ഒരു ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ആ ഒരു മാല. നല്ല രസമുള്ള ഒരു ചെയിൻ ആട്ടോ. ഇതിന് 200 രൂപയ്ക്കാണ് നമുക്കൊരു 3 ചെയിൻ കിട്ടിയിട്ടുള്ളത്. അപ്പൊ 3 നെക്ക് പീസ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ നമുക്കിതൊരു വീഡിയോസിലും ഒക്കെ ഇടാൻ പറ്റും, സാരിക്കും ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു മാലയാട്ടോ. ചിലയിടത്തൊക്കെ ആയിട്ട് ഇതിന്റെ ഒരു സിൽവർ കളർ അങ്ങനെ കറക്റ്റ് ആയിട്ട് അപ്ലൈ ആക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഒരിടയ്ക്കൊക്കെ ബ്ലാക്ക് കളർ കാണുന്നുണ്ട്. പിന്നെ ഗുങ്കുരു വർക്കും കോയിൻ ഡീറ്റെയിൽസും ഒക്കെ വന്നിട്ടുള്ള ഒരു മാലയായിരുന്നു ഇത് കേട്ടോ. ഇതിന് ഒരു കമ്മലാട്ടോ വരുന്നത്. കമ്മലിന് പിരിയൊന്നും ഉണ്ടായിരുന്നില്ല. അതേ മോഡലിൽ തന്നെ വരുന്ന ഒരു കമ്മലാണ് വന്നിട്ടുള്ളത്. ഇനി അതിന്റെ കോംബോയിൽ കിട്ടിയിട്ടുള്ള നെക്സ്റ്റ് മാല ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു നെക്സ്റ്റ് മാല കേട്ടോ. ഈ കാണിക്കുന്ന മാലകളെല്ലാം തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. ഉള്ളതിൽ ഒരു ഇച്ചിരി വെയിറ്റ് ഉള്ളത് ഈ ഒരു മാലയ്ക്ക് മാത്രം കേട്ടോ. നിറയെ ഗുങ്കുരു ഡീറ്റെയിൽസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കഴുത്തിലൊക്കെ ഇതിട്ട് കഴിഞ്ഞാല്. എനിക്ക് അല്ലെങ്കിൽ സിൽവർ കളർ ജ്വല്ലറീസിനോട് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇതിന്റെ കമ്മല് ഞാൻ കാണിച്ചു തരാം. ആ കോംബോയിൽ വന്നിട്ടുള്ള 3ാമത്തെ മാലയാട്ടോ ഇത്. ഈ ഒരു ലോങ് ചെയിൻ ആണ് വന്നിട്ടുള്ളത്. ഗുങ്കുരു ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുള്ള ഒരു സിൽവർ കളറിലോട്ടുള്ള ഒരു ലോങ് ചെയിൻ. നല്ല ഭംഗിയുള്ള ഒരു മാലയാട്ടോ. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു മാല വരുന്നത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സാരിക്കോ അല്ലെങ്കിൽ കുർത്തയ്ക്കോ ഒക്കെ നമുക്കിത് പെയർ ചെയ്യാം. എക്സ്പെഷ്യലി എനിക്ക് തോന്നുന്നു ബ്ലാക്ക് കളറിൽ മൾട്ടി കളർ ഷോളൊക്കെ വരുന്ന ടൈപ്പ് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നമ്മൾ കാണിച്ച ലാസ്റ്റത്തെ ചെയിൻ്റെ കമ്മലാണ് ഈ ഒരു കമ്മല്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മലാട്ടോ. പിന്നെ 2ാമത്തെ മാലയുടെ കമ്മല് ഇതാ ഈ ഒരു കമ്മല്. അപ്പം ഇത്രയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ബോക്സിനകത്താക്കിയിട്ടാണ് അവർ 3ഉം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ നോക്കി പറ്റുന്നുണ്ടായിരുന്നില്ല. ബോക്സ് ഒക്കെ പൊട്ടിയിട്ടുള്ള ബോക്സ് ആയിരുന്നു കേട്ടോ. അടുത്തത് ഞാൻ ഒരേ സ്റ്റോറിൽ നിന്ന് ഒരു 2 ഹെയർ അക്സസറി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതാ ഈ ഒരു ഫ്ലവർ ആണ്. ഇത് അത്ര നല്ല ക്വാളിറ്റി ഒന്നും ഇല്ല. പിന്നെ ആ ഒരു റേറ്റിന് ഓക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ. നമ്മളിങ്ങനെ ഹെയർ കൊണ്ട കെട്ടുന്ന സമയത്തൊക്കെ, ബൺ ചെയ്യുന്ന സമയത്തൊക്കെ ഇതേപോലെ കെട്ടാൻ പറ്റും. പക്ഷെ ഇത് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ, തലേന്ന് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട്. തലമുടി മുഴുവൻ അതിനിടയ്ക്കൊക്കെ കുടുങ്ങും. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ്. ആ ഒരു സ്റ്റോറിൽ നിന്ന് ഞാൻ വേറൊരു ഹെയർ അക്സസറി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആട്ടോ. ഇത് നല്ല ജൂതാ പിന്നാണ് ഇത് വരുന്നത്. പിൻ ടൈപ്പിലാണ് വരുന്നത്. ഗോൾഡൻ കളർ പിന്നാണ്. നടുക്കായിട്ട് ഒരു പേൾ ഡീറ്റെയിലിങ്ങും കൂടെ വരുന്നുണ്ട്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇങ്ങനെയൊക്കെ ഹെയർ ഒക്കെ ഇങ്ങനെ കെട്ടിക്കഴിയുമ്പോൾ ഒക്കെ വെക്കാനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ഇതാട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു ഇത്. 100 രൂപയ്ക്ക് താഴെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. റേറ്റ് ഞാൻ സൈഡിലായിട്ടോ അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാം. 5 എണ്ണമാണ് ഈ ഒരെണ്ണത്തിനകത്ത് വരുന്നത് കേട്ടോ. പിങ്ക്, യെല്ലോ, വൈറ്റ് കളറിലാണ് ഇത് വരുന്നിട്ടുള്ളത്. അടുത്ത പ്രൊഡക്റ്റും ഒരു ഹെയർ അക്സസറിയാണ്. ഈ ഒരു സ്മെല്ലൊക്കെ വന്നിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ആണ് വന്നിട്ടുള്ളത്. പ്ലാസ്റ്റിക് ആട്ടോ വന്നിട്ടുള്ളത്. പക്ഷെ നമുക്കൊരു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്, കൊണ്ടയൊക്കെ മീൻസ് ബൺ കെട്ടുന്ന സമയത്ത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇരിക്കും. 2 എണ്ണമാണ് വരുന്നത്. 100 രൂപയ്ക്ക് ഉള്ളിലേ ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജൂതാ പിന്നാണ് കേട്ടോ. നല്ല സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി ഒരു ജൂതാ പിൻ. ഗോൾഡൻ കളറിലാണ് വന്നിട്ടുള്ളത്. നടുക്ക് വൈറ്റ് പേൾ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ജൂതാ പിന്നാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. 12 എണ്ണമാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇത് കടയിൽ ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ഇത് 6 എണ്ണത്തിൻ്റെതിന് തന്നെ 100 സംതിങ് രൂപ വരുന്നുണ്ട്. അപ്പോൾ എനിക്കിത് വളരെ അഫോർഡബിൾ ആയിട്ട് തോന്നി. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഞാൻ റിട്ടേൺ ആക്കുന്നില്ല. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഈ മോഡൽ ഞാൻ കുറച്ചധികം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് വൈറ്റ് സ്റ്റോൺ വന്നിട്ട് പേൾ ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ള ഗോൾഡൻ കളറിലുള്ളതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ 12 വന്നിട്ടുള്ള ഒരെണ്ണമാണ്.
ഈ ഒരു ഗോൾഡൻ കളറിൽ ജൂതാ പിന്നും റെഡ് റോസസും ആണ് വന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒരു 6 എണ്ണവും അതുപോലെ തന്നെ സ്റ്റോൺ വന്നിട്ടുള്ള സിൽവർ കളറിലോട്ട് വന്നിട്ടുള്ള ഒരു 6 എണ്ണം. ഇതിൽ ഡാമേജ്ഡ് പീസ് ഉണ്ട്. ഇതിന്റെ കണ്ടില്ലേ ഇതേപോലെ പറഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ആ ഒരു പിന്നിന്റെ ക്വാളിറ്റി അത്ര നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി അടുത്തതെന്ന് വരുന്നത് അതേ മോഡൽ തന്നെ നമ്മൾ വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ക്വാളിറ്റി സൂപ്പർബ് ആട്ടോ. ഇതിന്റെ ആ ജൂതാ പിന്നൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നല്ല തിക്നെസ് ഉണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നൊന്നും ഇത് വളഞ്ഞു പോവുകയൊന്നും ചെയ്യത്തില്ല. കണ്ടില്ല നല്ല സ്റ്റോൺ വന്നിട്ടുള്ള ജൂതാ പിൻസ് ആണ് വന്നിട്ടുള്ളത്. ഇത് മൊത്തം 12 ജൂതാ പിൻസ് വന്നിട്ടുണ്ട്. ഇതുപോലത്തെ നല്ല സേഫ് ആയിട്ടുള്ള പാക്കേജിങ്ങിലുമാണ് വന്നിട്ടുള്ളത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു 2 എണ്ണം വെച്ചിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് ഞാൻ ഈ സൈഡിലായിട്ടോ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടോ അപ്ലോഡ്. അടുത്തത് ഈ ഒരു ഹെയർ സ്ക്രഞ്ചീസ് ആട്ടോ. ഇത് വലിയ റേറ്റ് ഒന്നും ഇല്ല. ഈ ഒരു 12 എണ്ണത്തിന്റെ സെറ്റാണ് വന്നിട്ടുള്ളത്. റെഡ് ഉണ്ട്, ആഷ് കളർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്രൗൺ കളർ ഉണ്ട്, പിങ്ക്, വൈറ്റ്, ഗ്രീന്, അങ്ങനെ എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട്. ബ്ലൂവും എല്ലാം തന്നെയുള്ള ഒരു കളറാട്ടോ ഇത്. പക്ഷെ ഇതിന്റെ ക്വാളിറ്റി എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതിന് മുന്നേ ഞാൻ മേടിച്ചപ്പോൾ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഹെയർ സ്ക്രഞ്ചീസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോ ഞാനൊരു 1.5 കൊല്ലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലൂസായിട്ടുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇത് കണ്ടില്ല, ഇതിന്റെ മെറ്റീരിയൽ തീരെ കൊള്ളത്തില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റിച്ച് വിടുക ഇവിടെയൊക്കെ ആയിട്ട് ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെവിടെ കണ്ടില്ലേ ഹോളുണ്ട്. അങ്ങനത്തെ എനിക്കത് അത്ര വലിയ ക്വാളിറ്റി തോന്നില്ല. പിന്നെ ഈ ഒരു റേറ്റിന് ഇത് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അഫോർഡബിൾ ആണ്. പക്ഷെ ഇതിന് മുന്നേ ഞാൻ മേടിച്ച സമയത്ത് ഏകദേശം ഈ ഒരു റേറ്റിൽ തന്നെയാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന്റെ പാക്കിംഗ് ആണെങ്കിലും വളരെ നല്ലതായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സെറ്റിന്റെ കളർ ഷെയ്ഡ് ഇതായിരുന്നില്ല. ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് വന്നത് പക്ഷേ ഈ ഒരു കളർ ഷെയ്ഡാണ്. അത് ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ്. കാരണം ഇതിൽ വേഗം അഴുക്കാവും. ഞാൻ ഓർഡർ ചെയ്ത കളറിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല, അഴുക്കാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി അടുത്ത പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇത് ഞാൻ റിട്ടേൺ ആക്കാൻ വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് ആട്ടോ. കാരണം ഇത് എൻ്റെ കൈക്ക് പറ്റത്തില്ല. ഈ ഒരു ജ്വല്ലറി സെറ്റ് ആട്ടോ. ജ്വല്ലറി മീൻസ് ഫിംഗർ റിങ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇതാട്ടോ ആ റിങ്. ഇത് എനിക്ക് ഈ തള്ളവിരലിൽ വരെ ലൂസാണ്. സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുള്ള വലിയൊരു റിങ് ആണ് ഈ ഒരു റിങ്. പിന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ 2 എണ്ണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതൊരുമാതിരി കാളയ്ക്കും ഇടത്തില്ല. അതുപോലത്തെ സംഭവം പോലെയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഒരു സ്റ്റോൺ വന്നിട്ടുള്ള ഞാൻ എല്ലാം ഊരി കാണിച്ചു തരാം. ആ റിങ്ങിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു വലിയ മോതിരം കേട്ടോ. സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുള്ള വലിയ മോതിരം. ഇതിന്റെ ഒരു വിരലിനും മാച്ച് ആവത്തില്ല, ഭയങ്കര ലൂസാണ്. ഇതിൽ നമുക്ക് മൊത്തം 9 മോതിരങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാണ് പെയർ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. എനിക്ക് അങ്ങനെ കൂടെ പെയർ ചെയ്യാൻ പറ്റത്തില്ല, അത്രയും ലൂസാണ്. പിന്നെ ഈ സിക്സാഗിലായിട്ട് വന്നിട്ടുള്ള ഒരു മോതിരം. ദെൻ നെക്സ്റ്റ് വൺ വന്നിട്ട് എന്ന് പറയുന്നത് ഇതേപോലത്തെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു റിങ്. പിന്നെ ഈ ഒരു മോതിരം കേട്ടോ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു മോതിരം. പിന്നെ ഈ ഒരു റിങ്. ദെൻ ഈ ഒരു സ്റ്റോൺ വന്നിട്ടുള്ള റിങ്ങാണ്. ഇതിലെ ചില സ്റ്റോൺസുകളൊക്കെ ഇവിടെ പോയിട്ടുണ്ട്. ദെൻ ഈ ഒരു അഡ്ജസ്റ്റബിൾ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇയറിങ്ങും. പിന്നെ ഈ ഒരു റിങ്ങിൽ എന്തോ ഒരു ഹാങ്ങിങ്സ് ഉണ്ടായിരുന്നു, അതിലില്ല. അപ്പൊ മൊത്തം 9 റിങ്സ് ആണ് ഉള്ളത്. എനിക്ക് ഒന്നും എവിടെ കൊണ്ടും കയറുന്നുണ്ടായിരുന്നില്ല എന്റെ കയ്യില്. അപ്പൊ ഇത്രയും പ്രൊഡക്റ്റുകളായിരുന്നു ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇത്രയും പ്രൊഡക്റ്റുകളല്ല, കുറച്ച് പ്രൊഡക്റ്റുകളും കൂടെ ഉണ്ട് കേട്ടോ. അത് വന്നിട്ടില്ല. അപ്പൊ ഞാൻ വരുന്നതിന് മുന്നേ ഇത് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു എന്നുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ ഇതുപോലത്തെ ഹോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. എല്ലാ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. താല്പര്യമുള്ളവർക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് മേടിക്കാവുന്ന കേട്ടോ. അതുപോലെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ അതിലൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.